പ്രൈസ് കിട്ടിയ ഒരാള്, ആ അമ്മയും മോളും അവർക്ക് നിങ്ങൾ സമ്മാനം അനൗൺസ് ചെയ്തു. എന്താ ഉറക്കം വരുന്നു. അത് കൊടുത്തപ്പോൾ അവർ ആ സമ്മാനം വാങ്ങാണ്ട് 5th പ്രൈസ് അവർ ഏറ്റുവാങ്ങിയില്ല. അവർ ആ സ്റ്റേജിൽ നിന്നും ഇറങ്ങി പോവുകയാണ് ഉണ്ടായത്. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. സബ് ജില്ലയിൽ നന്നായിട്ട് കളിക്കും, ഫസ്റ്റ് കിട്ടും. റവന്യൂവിൽ നന്നായിട്ട് കളിക്കും. നമ്മൾ സ്റ്റേറ്റിൽ കളിക്കുമ്പോൾ നമുക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കിട്ടുന്ന എ ഗ്രേഡ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സെക്കൻഡ് പ്രൈസ് വേണ്ട എന്ന് വെച്ചിട്ട് കൂടെ ഫസ്റ്റ് കിട്ടിയ ആൾക്കാർ കുറ്റം പറയാ, അല്ലെങ്കിൽ മൊത്തം ഗവൺമെന്റിന് കുറ്റം പറയാ, അതൊന്നും അല്ലല്ലോ. ആരും മുന്നോട്ട് വരരുത്, ഈ കുട്ടി ഒന്നും ചെയ്യരുത്. നോ പ്രോബ്ലം, എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. അല്ലെങ്കിൽ ഞാൻ റവന്യൂവിലും സബ് ജില്ലയിലും ഞാൻ നന്നായി കളിച്ചു, ആ കളി വെച്ചിട്ടല്ലേ എന്നെ സ്റ്റേറ്റിൽ ഇതാക്കണ്ട, അങ്ങനത്തെ ഒരു മാനദണ്ഡം ഇല്ല. കൗതുക ലേശം കൂടുതലാണ്. അറിയാമോ ഈ നാട്ടിൽ മത്തായിച്ചിന്റെ വില എന്താണെന്ന്? 8 രൂപ 50 പൈസ. ഫസ്റ്റ് അവർക്ക് കൊടുക്കും എന്നൊരു പ്രോമിസ് ചാനലിന്റെ സൈഡിൽ നിന്നും കൊടുത്തിരുന്നു. ചാനൽ സൈഡിൽ നിന്ന് ആര് കൊടുത്തു? ചാനൽ കൊടുത്തു അവർക്ക്, അതായത് പബ്ലിക് ആയിട്ട്. അതേ ഒളിച്ചും പാത്തു. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. പക്ഷെ അന്നത്തെ ദിവസം അവർ ചെയ്ത പെർഫോമൻസ് ബിലോ ആവറേജ് ആയിരുന്നു. 5ാമത്തെ സ്ഥാനമാണ് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് വാക്കൗട്ട് ചെയ്ത് പോകുന്നത്, അത് ഞാൻ ഇപ്പോഴും അത് എനിക്ക് ഒരു മടിയില്ല അത് പറയാൻ. ഒരു കലാകാരനും കലാകാരിയും അത് ചെയ്യാൻ പാടില്ല. നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. ആർക്കാണ് 1ാം സമ്മാനം, എന്താണ്, ഇതൊന്നും അറിയാൻ നിൽക്കാണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് എനിക്കത് ഒരു നല്ല കാര്യമായിട്ട് തോന്നിയിട്ടില്ല. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു, അതും ഇല്ലാതായി. ആൾക്ക് സമ്മാനം കിട്ടുന്നു എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു അവർ ഇത്രയും നാളും അവർ ചെയ്തത് ഫേക്ക് ആണെന്ന്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ, നന്നായി. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ, ശീലായിപ്പോയി. മറ്റുള്ളവരെ അംഗീകരിക്കാൻ കഴിവുണ്ടാവണതാണ് ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി. സൂപ്പർ അമ്മയായാലും അച്ഛനായാലും മനുഷ്യനായാലും ഒക്കെ. നിങ്ങളുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. മോശം എന്ന് പറഞ്ഞാൽ മോശം 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 അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർ. ഇപ്പോഴല്ല നിന്റെ മുഖം വവ്വാല് ചപ്പിയ പോലെ എവിനായത്. മനസ്സ് നിറഞ്ഞു, തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം.